ഈശോയേറ്റവും സ്നേഹം നിറഞ്ഞവരെ, വാഗ്മനെ കുറിച്ചുള്ള നമുക്ക് ഒരു ബലിയർപ്പിക്കാനായിട്ട് ദൈവം അവസരം ഒരുക്കി തന്നിരിക്കുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ വലിയ ആഴ്ചയിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും ഉദ്ധാനത്തെയും ഏറ്റവും അധികമായി അനുസ്മരിക്കുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ കർത്താവിൻ്റെ സഹനങ്ങളോട് ചേർന്ന് നമ്മളൊന്ന് ചേർന്ന് കുരിശിൻ്റെ വഴി നടത്തി മലയുടെ മുകളിലെത്തി ഇവിടെ നമ്മൾ ബലിയർപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. നമ്മുടെ എല്ലാ കഷ്ടതകളും വേദനകളും തമ്പുരാൻ്റെ മക്കളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ബലിയിൽ പങ്കുചേരാം. സഹനങ്ങളെ രക്ഷാകരങ്ങളാക്കി മാറ്റുന്നത് നമ്മൾ അവയെ തമ്പുരാൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സമർപ്പിക്കുമ്പോൾ മാത്രമാണ്. പല രീതിയിൽ നമുക്ക് സഹനങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും. ഒന്ന്, വഴി പറഞ്ഞ സഹനങ്ങൾ ഏറ്റെടുക്കാം, അത് യാതൊരു ഫലവുമില്ലാതെ പോകുന്നതാണ്. രണ്ടാമത്, നമുക്ക് സഹനങ്ങൾ ആണല്ലോ എന്ന് വിചാരിച്ച് പ്രത്യേകമൊന്നും ചിന്തിക്കാതെ വേദന സഹിച്ചുകൊണ്ട് സഹനങ്ങൾ ഏറ്റെടുക്കാം, അതിനും വലിയ ഫലമുണ്ടാകുന്നില്ല. നിരവധി സഹനങ്ങൾ കടന്നു വരുമ്പോൾ അവ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ നിയോഗങ്ങൾക്ക് വേണ്ടിയായി സമർപ്പിക്കുകയും അവ തമ്പുരാനെ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് രക്ഷാകരമായി മാറും. അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും തമിഴമായി തീരും. ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ തീർത്ഥാടനം നടത്തുന്ന വർഷമാണ്. തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി കാവലം സെൻറ്റ് തെരേസാസ് വഴി നമ്മുടെ തീർത്ഥാടകരായി ഇവിടെ ചേർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ നമ്മുടെ അതിനെക്കുറിച്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ സഹനങ്ങളിൽ പങ്കുചേരാനായി നമുക്ക് സാധിക്കട്ടെ. സഹനങ്ങളെ രക്ഷാകരമാക്കുന്ന ഈ ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ വേദനകളെയും കഷ്ടതകളെയും കർത്താവിനെ കുരിശോട് ചേർത്ത് വയ്ക്കാൻ വേണ്ടി പിലാസിലേക്ക് പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ബലി ദൈവ മഹത്വത്തിനായിട്ട് സമർപ്പിക്കാം. നമ്മുടെ നിയമങ്ങൾക്കായി സമർപ്പിക്കാം. ദൈവത്തിനെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഇടവകയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നീക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മഹനീയ തൃത്വത്തിന്റെ സുപൂജ്യമായ നാമത്തിന്
സ്വർഗ്ഗത്തിലും ഭൂമിയിലെപ്പോൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധനുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ മഹാരാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ആത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം, ദൈവം നിത്യം സ്തുത്യർഹൻ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിനു മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന ആ സഭയിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് നാലിന് ആത്മീയ സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ, ഞാൻ എന്റെ കരങ്ങൾ കഴുകി നമനമാക്കുകയും അങ്ങേ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. സത്യമായി ഞങ്ങൾ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വസിക്കുകയും അവരെ സംവേദനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുതർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ സർവേശ്വരായ എന്നേക്കും. സർവ്വജ്ഞനായ ഭരണകർത്താവ് തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മൃതനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരി ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം അനുഗ്രഹിക്കട്ടെ. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് ആജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എന്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. അവർ ഗലീലയിലെ ബെത്സയിദ എന്നുള്ള ഫിലിപ്പോസിനെ അടുപ്പിച്ചെന്ന് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ ഈശോയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസ് ഫിലിപ്പോസും കൂടി ഈശോയെ വിവരം അറിയിച്ചു. ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തി വീണഴിയുന്നില്ലെങ്കിൽ അത് എവിടെയിരിക്കും? അഴിയുന്നെങ്കിലും അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ നഷ്ടപ്പെടുത്തുന്നു. ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവനെതിരെ ഒരിക്കലും കാസൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാനായിരിക്കുന്നത് തന്റെ ശുശ്രൂഷകരമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. പീഡാനുഭവത്തെ കുറിച്ച് ഏറ്റവും ആഴത്തിൽ ധ്യാനിക്കുന്ന ഈ ആഴ്ചയിൽ തന്റെ മരണോദ്ധാനത്തിന്റെ പ്രതീകമായിട്ടുള്ള ഗോതമ്പുമണിയുടെ അടിയലിന്റെ സുവിശേഷം ഇന്നത്തെ വലിയ ഭാഗത്തിലൂടെ നമുക്ക് സഭാമാതാവ് നൽകിയിരിക്കുന്നു. ഗോതമ്പുമണി നിരത്തി വീഴി നിങ്ങളുടെ ഹൃദയമിരിക്കും, അണിയുന്നെങ്കിലോ ഏറെ ഫലം പുറപ്പെടുവിക്കും.
തൻ്റെ മരണോത്ഥാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സ്വയം അഴിയാനും പുതിയ ജന്മത്തിലൂടെ ഈശ്വരനായ ലോകത്തിന് ഇതിൽ കാണിച്ചു കൊടുക്കുവാനുള്ള നമ്മുടെ ദൗത്യത്തെക്കുറിച്ചുള്ള വ്യക്തതയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത് ഈ തിരുനാളിന് വന്ന് ഗ്രഹിക്കുവാനുണ്ടായിരുന്നത് ഈശോയുടെ മരണം ഒരു സമൂഹത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, സകലർക്കും വേണ്ടിയുള്ള രക്ഷകനായ വന്ന ഈശ്വര എല്ലാവരും രക്ഷകനായി ഈശോയെ കാണുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഗ്രീക്കുകാർ ഈശോയെ കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. എല്ലാവർക്കും രക്ഷകനായി കടന്നു വന്ന ഈശോയുടെ മരണോത്ഥാനം ലോകം മുഴുവനും രക്ഷ നൽകുവാൻ, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും ബന്ധം നൽകുവാൻ വേണ്ടി അവിടുന്ന് രക്ഷകനായി നമുക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ചു. ഈ പീഡാനുഭവത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുന്ന ഈ അവസരത്തെ രക്ഷക സാന്നിധ്യം എന്നും ഇവിടെയും അനുഭവിക്കുവാനും പകരുവാനും പങ്കുവയ്ക്കുവാനുള്ള നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കാം, അതിൽ കൂടുതൽ വ്യാപകരാകാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സ്ഥലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളകൾക്കും സുഭിക്ഷമായ മത്സരത്തിനും ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാമാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാം തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ അധ്യക്ഷന്മാർ തോമസ് മെത്രാപ്പൊലീത്തായും അവരുടെ ശുശ്രൂഷകളെയും ക്ഷേമത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനെയും കൃപാപൂർവം ഭരിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും തന്നെ പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൃപാവരം ഞങ്ങൾ ദാനങ്ങൾ കരങ്ങൾ വഴി വർഷിക്കണമേ. കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരികത്താൽ തിരഞ്ഞെടുത്ത ജനമായ ജനം മുഴുവനെയും കടങ്ങളെ പ്രതിക്ക് പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധനുമായ സർവേശ്വരനായ എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരി നിങ്ങൾക്കായി പിതാവിനും ആശീർവാദം സ്വീകരിക്കുകയും ദൈവമേ, സാർവത്രികവും സ്നേഹികമായ സഭയുടെ മേൽ കരുണ നിറഞ്ഞവരങ്ങേ നിൽക്കണമേ. ദൃശ്യവും ദൃശ്യവുമായ സകല വിപത്തുകളെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുവാനും ലഭ്യതയാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി വിധപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ സൂചിതം പ്രീതിപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതി ബഹുമാനവും ദൈവരാധനയിൽ സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ സർവേശ്വരനായ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. ജനമെല്ലാം
സന്തോഷിക്കട്ടെ. നമ്മുടെ പിതാവായ ഓർമ്മയോടുകൂടെ ഈ ജീവിച്ച നീതിമാന്മാരുടെയും മകളുടെ സാക്ഷികളുടെ സ്മരണ വിശുദ്ധരുടെ പീഠത്തിൽ ഉണ്ടാകട്ടെ. മഹത്വത്തെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയെ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയാർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപൊലിത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരരെ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കൃപാനിന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാനുള്ള ഒരു ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനന്റെ കന്യ സ്നേഹത്തോട് ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരിയും സ്നേഹത്തിനാൽ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും താപത്തോടും ശുദ്ധിയോടും കൂടെ കർത്താവിനെ പറയുകയും അവിടുത്തെ ഇവിടെ പ്രവേശിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപുരം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് അപേക്ഷിക്കുകയും ഭയബദ്ധജനകമായ രഹസ്യങ്ങൾ ഉദാശയപ്പെടുന്നു. പുരോഹിതന്റെ മാനസം വഴി സമാധാനം സമൃദ്ധമാവുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിശാലങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹവും റൂഹാദൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവത്തിന് ബലിയർപ്പിപ്പൂ.
എല്ലാ ധർമ്മസ്തുതിയും നാവുകൾ ലോകത്തെ സൃഷ്ടികൾ പകർച്ചയെ വർദ്ധിക്കുന്നു. എന്തുകൊണ്ട് നാലം ലോകത്തെയും സ്വർഗത്തെയും സൃഷ്ടിക്കുകയും കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലകമാർ 10,000 അഹോരങ്ങൾ ആരാധിക്കുന്നു. അഗ്നിമയമായ രൂപികളുമായി സുഖീസ് നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധ രൂപികളുമായി കൃപയന്മാർ ശബ്ദന്മാരുടെ ചേർന്ന് നാഥാംഗിക്ക് ആരാധന സമർപ്പിക്കുന്നു. ഒന്നായിച്ച സ്വരത്തിനവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങേ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ശുദ്ധമായ തൃക്കരങ്ങളിൽ ഒപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് അനാഥനായ പിതാവേ, അങ്ങേ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിലൊന്ന് ചേരുമ്പോൾ നീ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സമർത്ഥമായി മഹത്വപ്പെടുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നീക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് പീറ്റർ ഞങ്ങളുടെ പിതാവിഷ്ണായ തോമസ്പുത്രാപുരത്തേക്കും ഞങ്ങളുടെ പിതാവും ദക്ഷിണമായ ജോസഫ് പുത്രാനും പുരോഹിതന്മാർ ശംസാനമാർ സമർപ്പിതമായ പരിശുദ്ധ പുനർത്താക്കളുടെ അധികാരികൾ എന്നിവർക്കും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും സാക്ഷികളുടെയും ഒന്നുകളുടെയും ബഹുമാനത്തിനും അങ്ങേ സന്നിധിയിൽ പ്രതിജനകമാവിധ ഭക്തചിന്തന്യമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ അങ്ങേ നാമത്തിൽ വിരിഞ്ഞു പോയി മരിച്ചവർക്കും അങ്ങേ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ആരാധനാ സമൂഹത്തിന് യോഗ്യനായിരിക്കും വേണ്ടി കൃപാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങേ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിന്റെയും നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണം അവരുടെ സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണം. ജീവിതകാലം മുഴുവൻ ഈ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണം. അങ്ങ് മാത്രമാണ് പിതാവായ ദൈവം പ്രിയവൃത്തനായ ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവായ വിശുദ്ധമായ ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീകന്മാരും സാക്ഷികന്മാർ
സംസ്ഥാനമാർക്കും വിശുദ്ധ മഹോദീസിയുടെ സജീവവും ജീവദായകരും പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചിരുന്നില്ല മനുഷ്യരോയുടെ കഥാവിയിലും ദാസ്ത്രപങ്കം നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസ്ഥലത്തിൽ നിൽക്കുന്നു. ഞങ്ങൾ നാഥരക്ഷകരുമായ ശുഭശേഖയുടെ അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ധ്യാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവിതമായ ദിവ്യമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്റെ ദാസന്റെ കൃപാനെ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞാൻ കടങ്ങളെ പ്രത്യേകം പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുകൂടിയുള്ള പ്രത്യാശങ്ങളെ കൃത്യപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സുഖരാജ്യത്തെ നാമാര്യത്തിന് കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് ഇതിന്റെ മഹനീയ വിസ്മയാവും രക്ഷാപത്തി നിരന്തരം പ്രവർത്തിക്കണം. അങ്ങേ അഭിഷേകമേ ഒരു രക്ഷപ്പെട്ട സഭയെ സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടെ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. എങ്കിലും സ്വർഗവും പരിശുദ്ധവും ജീവിതമായി ഞങ്ങളുടെ കർത്താവിശ്വനാമത്തിന് സ്തുതിയും നാഥനായ ആരാധന ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി അപ്പം സ്വർഗത്തിൽ നിറയുന്ന ലോകത്തിനുള്ള ജീവൻ നൽകുന്നതാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാഭാവമോ രക്ഷയും പ്രാപിക്കുകയും ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും റൂഹാദ്കുതിശായാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോസിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവരുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. നമുക്ക് നൽകിയ വിശ്വാസത്തെ സന്നിധിയിലെപ്പോഴും നമ്മുടെ ഹൃദയം പ്രസന്നവതരെ നിഷ്കളങ്കമായി വ്യാപരിക്കുവാൻ ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് നിയമിച്ച പ്രകാരം അപേക്ഷിക്കുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശക്തനായ സർവേശ്വര, നിലവനായ ദൈവമേ, കൃപാപൂർണ്ണ ഞങ്ങളുടെ പിതാവേ, നീ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴുവാനിടയാകരുതേ, ദുഷ്ടാരും സംരക്ഷിക്കണമേ. ഇതുകൊണ്ട് നാൾ സുഖത്തിനും ഭൂമിയിലും രാജ്യശക്തിയും പ്രാപിച്ച അധികാരം ഇടയാകുന്നു, ഇപ്പോഴെപ്പോഴും നീക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ജലത്തിനെ ഉള്ളതാകുന്നു. ജീവിക്കുന്നതിന് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. നമ്മെ ജീവിതത്തെ ആശംസക്കാരുടെ കൃപാവരോടെ കരുണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. റൂഹാദികുദിശായുടെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. തിരുവചനത്താൽ വിശദീകരിക്കപ്പെട്ട് ദിവ്യരഹസ്യങ്ങൾ സജീവമായി പ്രാപിക്കാൻ പാപികളും ബലഹീനമായ ഞങ്ങളെ വിളിച്ചെങ്കിലും നന്ദി പറയുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിശ്വസ്താപൂർവം പാലിച്ച് രക്ഷാനുഭവം പങ്കുവയ്ക്കുവാനും നിരന്തരം സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹയുമായ സർവേശ്വര എന്നേക്കും. പാപികളെ വിളിക്കുന്നവനും മനതാപികൾക്ക് വാതിൽ തുറന്നു നോക്കുന്നവനും മിശിഹായി നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ അനന്തമായ കൃപയാൽ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിച്ച് നിന്റെ മാന്മാരുടെ സ്വർഗീയോർസ്കരനെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ഞങ്ങളുടെ പിതാവേ, ജീവൻ നൽകും ദൈവികമാ പരിപാലനമേ വെളിവഴിയായി നാഥന സ്തുതിയും ബഹുമതിയും
കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്വയം നഗരത്തിൽ മാലാകമാരുത്തുവനം ഭാഗം നമ്മൾ കരുതട്ടെ. നമ്മിൽ ലോകം മുഴുവനും സഭയിലും അവർ തൻ തലയലിലും നാഥൻ വരനിര ചൊരിയട്ടെ.